തങ്കമണി മാടപ്രയിൽ വൻ ചാരായവേട്ട. പാട്ടത്തിനടുത്ത പുരയിടത്ത് നിന്നും 20 ലിറ്റർ വാറ്റ് ചാരായവും 100 ലിറ്റർ കോടയുമാണ് പിടികൂടിയത്. വീടിനുള്ളിൽ ചാരായം വാറ്റുന്നതിനിടയിലാണ് രാത്രിയിൽ തങ്കമണി എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന നടന്നത്. കൂത്താട്ടുകുളം കൊച്ചുകുന്നയിൽ ജോൺ വർഗീസാണ് പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിജു വൈശംബർ ചേരുന്നു. ബിജു, പരിശോധനകൾ പൂർത്തിയായെന്നുള്ള വിശദാംശങ്ങൾ. ഇതിനെ കാമാക്ഷി പഞ്ചായത്തിൽപ്പെടുന്ന മാടപ്ര, അതായത് പ്രകാശിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മാടപ്ര എന്ന സ്ഥലത്താണ് വൻ ചാരായവേട്ട നടന്നിരിക്കുന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് മൂവാറ്റുപുഴ താലൂക്കിൽ കൂത്താട്ടുകുളം കരയിൽ കൊച്ചുകുന്നൽ വീട്ടിൽ വർഗീസിന്റെ മകൻ ജോൺ വർഗീസ് 64 വയസ്സാണ് ഇയാൾക്കുള്ളത്. ഇദ്ദേഹമാണ് വൻ തോതിൽ ഇവിടെ ചാരായം മാറ്റി നിൽക്കുന്നതായി എക്സൈസ് സംഘത്തിന് അറിവ് കിട്ടിയത്. കഴിഞ്ഞ 8 മാസങ്ങളായി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനു മുൻപും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ എക്സൈസ് സംഘം എത്തിയിരുന്നു. അപ്പോഴൊക്കെ ഇദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ വാറ്റുവാൻ ഉപയോഗിക്കുന്ന വാഷ് അഥവാ കോട സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പാട്ടത്തിനടുത്ത ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഷെഡ് എന്ന നിലയിൽ അതിനകത്ത് പ്രതി ഇല്ലാതെ കിടന്നാൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അവസരം ഒരുങ്ങും എന്നുള്ളത് കൊണ്ട് എക്സൈസ് സംഘം അന്ന് പിടികൂടാതെ വീണ്ടും കാത്തിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ സൈബർ സെല്ലുമായി സഹകരിച്ചുകൊണ്ട് എക്സൈസ് സംഘം പഴുതടച്ച ഒരു പരിശോധനയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ കഴിഞ്ഞ 4-5 ദിവസം മുന്നേ ഇദ്ദേഹം നാട്ടിലെത്തി. വാറ്റാനുള്ള വാഷ് അത് കൂട കലക്കിയിട്ടിട്ടുണ്ട് എന്ന് എക്സൈസ് അറിവ് കിട്ടി. അത് വെച്ച് എക്സൈസ് സംഘം ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് രാത്രി 9 മണിയോടുകൂടി ഇദ്ദേഹം ചാരായം വാറ്റുന്നതിനിടയിൽ, പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം, രാത്രിയിൽ ചാരായം വാറ്റുന്നതിനിടയിൽ പോലീസ് വീട് വളഞ്ഞ ഇദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. 20 ലിറ്ററിലധികം വാറ്റിയ ചാരായം, 100 ലിറ്റർ വാറ്റാൻ ഉപയോഗിക്കുന്ന കോറ, വാറ്റ് ഉപകരണങ്ങൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. അത് കൂടുതൽ ചാരായം പിടിക്കാമായിരുന്നു, കാരണം വാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ പിടിക്കുന്ന സമയം വരെ നിർമ്മിച്ചെടുത്ത ചാരായം 20 ലിറ്ററാണ്. എന്നാൽ ഏകദേശം 100 ലിറ്റർ എടുത്ത് വീണ്ടും മാറ്റുവാനുള്ള വാഷ് അഥവാ കോറ സ്ഥലത്തുണ്ടായിരുന്നു. ബാരലുകളിൽ, അതായത് പ്ലാസ്റ്റിക്കിന്റെ ബാരലുകളിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് രാത്രി 8:30 പിടിച്ചത്. ഇദ്ദേഹം 8 മാസത്തോളമായി നിരീക്ഷണത്തിലായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ജീപ്പ് ഉണ്ട്. ഈ ജീപ്പ് ഈ മാടപ്രയിൽ നിന്ന് പുല്ല് ചെത്തി കൂത്താട്ടുകുളത്ത് കന്നുകാലി ഫാമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാണ് എന്ന് പറഞ്ഞ് പുല്ലിനുള്ളിൽ ചാരായം കൂത്താട്ടുകുളത്തേക്ക് കടത്തുകയായിരുന്നു. ഒപ്പം കഞ്ചാവ് കടത്തുന്നു എന്ന ഒരു സൂചന കൂടി എക്സൈസ് സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹം ഇവിടെ ചാരായം കയറ്റി വ്യാപകമായി തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഹോൾസെയിലായി വിൽക്കുന്നു എന്ന അറിവ് പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തോപ്രാങ്കുടിയിൽ നിന്നും കാരിക്കാട് റൂട്ടിലുള്ള ഒരു ഹോളോബ്രിക്സ് കട്ടക്കളത്തിൽ നിന്നും ഇദ്ദേഹം മൊഴി നൽകിയത് അനുസരിച്ച് അപ്പോൾ എക്സൈസ് സംഘം അവിടെ റെയ്ഡ് നടത്തി അവിടെ നിന്നും ഇദ്ദേഹം കൊടുത്ത ചാരായം ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. എന്നാൽ അവിടെ തൊഴിലാളി സ്ഥാപനത്തിന്റെ ഉടമയും എക്സൈസ് സംഘത്തെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഇവിടെ ഇതിപ്പോ ഒരു 5 മിനിറ്റിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്. എന്നാൽ തന്നെയും ഉടൻ തന്നെ അവിടുത്തെ ചാരായം മുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കട്ടക്കളത്തിൽ നിന്നും. പ്രതിയോട്, അതായത് ഉടമസ്ഥരോട് കാര്യങ്ങളോട് എക്സൈസ് അവരുടെ വീട്ടിലെത്തി ആവശ്യപ്പെട്ടു. അതേ സറണ്ടർ ആവൂ എന്ന് എക്സൈസ് സംഘം നോക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ കേസിനൊപ്പം ആ ഉടമയ്ക്കെതിരെയും കേസെടുക്കും എന്ന് തന്നെയാണ് എക്സൈസ് സംഘം പറഞ്ഞിരിക്കുന്നത്. തങ്കമണി എക്സൈസ് റെന്റ് ഓഫീസിലാണ് ഇപ്പോൾ പ്രതി നിലവിലുള്ളത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിനു മാത്യു, രാഹുൽ ഇയാർ, റവന്യൂ ഓഫീസർമാര് ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിയെ പിടിച്ചിട്ടുള്ളത്. അതായത് എക്സൈസ് ഇൻസ്പെക്ടർ PK സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ വലിയൊരു ചാരായവേട്ട നടത്തിയിരിക്കുന്നത്.